ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് വാട്ട് ഐ ഈറ്റ് ഡേ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ എന്താണേലും നമ്മൾ ഇന്ന് റെഡിയാക്കിയിരുന്നത് കൈറൊട്ടിയാണ്. കുറച്ച് കൂടുതൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് പ്രസ് ചെയ്തെടുത്ത് കുറച്ച് തിക്കായിട്ടുള്ള പത്തിരി, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് മുട്ട ബോയിൽ ചെയ്തിട്ട് മുട്ട റോസ്റ്റ്, കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് കൊക്കനട്ട് ഓയിലിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് കൈറൊട്ടി, അതായത് തിക്കായിട്ടുള്ള പത്തിരിക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ചിക്കൻ കറി. അത് ഇന്നത്തെ ചിക്കൻ കറിയല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ റെഡിയാക്കിയിരുന്ന ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഇരുന്നു. അപ്പോൾ ചിക്കൻ കറി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എഗ്ഗും കൂടി ഉള്ളിയൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 പത്തിരിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ചിക്കൻ കറിയും പിന്നെ ഒരു എഗ്ഗ് റോസ്റ്റുമാണ്, പിന്നെ എന്നത്തേം പോലെ തന്നെ ചൂട് ചായയും. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വീക്കെൻഡ് അല്ല, വീക്ക് ഡേ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിനി നെക്സ്റ്റ് കാണിക്കുന്ന കൂട്ടത്തിൽ കാണിക്കാം. അപ്പോൾ ഞാൻ എന്താണെങ്കിലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് ചൂട് ചായ, അപ്പം നല്ല ചൂട് പത്തിരിയും അതുപോലെ തന്നെ ചൂട് കറിയും ചൂട് എഗ്ഗ് റോസ്റ്റും ചായയും എല്ലാം കൂടെ വളരെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് വളരെ ടേസ്റ്റോട് കൂടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ നൈസ് പത്തിരിയും ഉണ്ട്, അതുപോലെ തന്നെ ഈ തിക്കായിട്ടുള്ള പത്തിരിയും ഉണ്ട്. ഇതിന് നമ്മൾ കൈറൊട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് തേങ്ങ കൂടുതൽ ഇട്ടിട്ടുള്ള ഒരു തരം പത്തിരിയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയുടെ കൂടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം കൂടുതൽ ഇഷ്ടം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രൂട്ടായിട്ട് എടുത്തിരുന്നത് ഒരു മാംഗോ കട്ട് ചെയ്തെടുത്തു. നല്ല മധുരമായിരുന്നു, അടിപൊളി മധുരമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ. അതിനുശേഷം ഇതാണ് ഇന്നത്തെ ലഞ്ചിന്. നമുക്ക് ചോറായിട്ടല്ല ഒന്നുമല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് കുറേ ദിവസമായി നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ട്, അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുനിന്ന് ഹോം ഡെലിവറി ചെയ്തതാണ്. എനിക്കിങ്ങനെ ബ്രോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ വളരെ ഫേവറേറ്റാണ് നമ്മുടെ കോൾസ്ലോ സാലഡ് ഉണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് ഒരു 3 എണ്ണം നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അത് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈസും പിന്നെ ബണ്ണും പിന്നെ കോൾസ്ലോ സാലഡ് പിന്നെ ഗാർലിക് പേസ്റ്റ് പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് കോംബോ ആയിരുന്നു. ഈ ഒരു ബ്രോസ്റ്റിനെ കുറിച്ച് പറയാനായിട്ട് ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. നമ്മളെന്തോ 8 പീസ് എങ്ങാണ്ടാണ് ഓർഡർ ചെയ്തത്. ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ പോർഷൻ പറയുകയാണെങ്കിൽ പോർഷൻ വൈസ് വളരെ ശോകമായിരുന്നു. കാരണം നമ്മുടെ ഈ ചെറിയ പീസസ് ഉണ്ടല്ലോ, വളരെ ചെറിയ പീസസ് 8 പീസ് അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഷവർമയും കൂടെ ഓർഡർ ചെയ്തു. കാരണം നമ്മൾ നോർമലി വലിയ ബ്രോസ്റ്റഡ് എന്ന് പറയുമ്പോഴത്തേനും വലിയ പീസുകൾ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ടാകും, ചെറിയ പീസും വലിയ പീസും. ഇത് കംപ്ലീറ്റ് ചെറിയ പീസായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷവർമയും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചിരുന്നത് ബ്രോസ്റ്റഡ് കോംബോയും അതുപോലെ തന്നെ സ്പൈസി ഷവർമയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ചായയുടെ സമയമായി, ടീ ടൈം ആയപ്പോഴത്തേനും എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും പിന്നെ വൈകുന്നേരം ഞാൻ പഴം പൊരിയാണ് റെഡിയാക്കിയിരുന്നത്. നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ നല്ല നാടൻ ഏത്തപ്പഴമായിരുന്നു, നല്ല മധുരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏത്തപ്പഴം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പഴമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ താഴെ നമ്മൾ സാധനം മേടിക്കാൻ പോയപ്പോഴത്തേനും കണ്ടതാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സെയിം കപ്പ വറുത്തത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പൊരിച്ച് ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ടൊക്കെ ചില ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുമല്ലോ, അതുപോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ വറുത്തത്. പിന്നെ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെന്തോ സമൂസയോ വെജ് സമൂസയോ
അങ്ങനെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ പല പല ഐറ്റംസൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ വൈകുന്നേരത്തെ ഇപ്പോഴത്തെ ഒരു ചായ എന്ന് പറയുന്നതും ഇപ്പം നമ്മളിപ്പം എന്താണ് മിക്ക ദിവസങ്ങളിലും കഴിക്കാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് ബിസ്ക്കറ്റ് എന്തോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മിൽക്ക് ബിക്കീസ് എന്ന് പറയുന്ന ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബിസ്ക്കറ്റ് ഇത് എനിക്ക് ഇടയ്ക്ക് ഇഷ്ടമാണ്. നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മക്കൾക്ക് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും ഒരു 1-2 എടുത്ത് കഴിച്ചു. അതിനുശേഷം ഡിന്നർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ മണിപ്പുട്ടാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇന്നും രാത്രി നമ്മൾ ഡിന്നറിന് വേണ്ടി എടുത്തിരിക്കുന്നത് മണിപ്പുട്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചിക്കൻ കറി, നമ്മൾ മണിപ്പുട്ടിന് വേണ്ടി റെഡിയാക്കിയിരുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീക്ക് ഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ തന്നെയാണ്, വീക്കെൻഡ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അല്ല. അപ്പോൾ സാറയുടെ സ്കൂളൊക്കെ സമ്മർ വെക്കേഷനാണ്. അപ്പോൾ സാറാക്ക് സ്കൂളൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബ്രോസ്റ്റഡും ഷവർമയൊക്കെ വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ നോർമലി വീക്ക് ഡേയ്സിലാണ് ഇതൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ വീക്കെൻഡ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ഡിലീഷ്യസ് ഹോം മെയ്ഡ് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സാറ്റർഡേ സൺഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഞാൻ കഴിക്കട്ടെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ വളരെ ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും മണിപ്പുട്ടുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.